Hi all, welcome back to Venice Academy. KSCB Sub-Engineer MCQ സീരീസിന്റെ 17ാമത്തെ എപ്പിസോഡിൽ ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ MCQ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: For a single-phase induction-type energy meter to obtain true value reading, the shunt magnet flux must lag the applied voltage by options 180 degree, 0 degree, 45 degree, 90 degree. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിൽ എറർ ഫ്രീ ആയിട്ടുള്ള ഒരു റീഡിംഗ് നമുക്ക് കിട്ടണം. അതിനു വേണ്ടി ഷണ്ട് മാഗ്നറ്റിലെ ഫ്ലക്സും നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജും തമ്മിലുള്ള ആ ഒരു ഫേസ് ആംഗിൾ എത്ര വരണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എനർജി മീറ്ററിൽ പല ടൈപ്പ് എറർ ഉണ്ടാകാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ടൈപ്പാണ് ഫേസ് എറർ എന്ന് പറയുന്നത്. നമുക്ക് എനർജി മീറ്ററിൽ ഒരു കറണ്ട് കോയിലും ഉണ്ട്, അതുപോലെ ഒരു പ്രഷർ കോയിലും ഉണ്ട്. ഈ കറണ്ട് കോയിൽ എന്ന് പറയുന്നത് ഫ്യൂ ടേൺസ് ഓഫ് തിക് വയർ ആയിരിക്കും. പ്രഷർ കോയിൽ എന്ന് പറയുന്നത് ഫൈൻ വയർ ഹാവിംഗ് നമ്പർ ഓഫ് ടേൺസ് മോർ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ ഫൈൻ വയർ. അപ്പൊ ഇവിടെ ഷണ്ട് മാഗ്നറ്റ്, സീരീസ് മാഗ്നറ്റ്, അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ എനർജി മീറ്ററിൽ ഒരു ഷണ്ട് മാഗ്നറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സീരീസ് മാഗ്നറ്റും ഉണ്ട്. നമ്മുടെ കറണ്ട് കോയില് ഇങ്ങനെയാണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലൈൻ കറണ്ട്, അതായത് നമ്മുടെ സപ്ലൈ കറണ്ട് ഈ ലൈൻ ഇതിലെ കൂടെ കയറി ഈ കോയിൽ വഴി ഇറങ്ങി ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ ലൈൻ കറണ്ട് പോകുന്നത്. അപ്പൊ ഈ പോകുന്ന വഴിയിൽ ഇവിടെ നമ്മുടെ ലോഡ് എവിടെയാണോ നമുക്ക് എനർജി മെഷർ ചെയ്യേണ്ടത് ആ ലോഡ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കറണ്ട് കോയില് സപ്ലൈ എന്ന് വന്ന് ഇങ്ങനെ എനർജി മീറ്ററിന്റെ കറണ്ട് കോയില് കൂടെ കയറി ഇങ്ങനെ വരും. ഇനി ഇവിടെ ഈ സെൻട്രൽ ലിംബില് ഇതാണ് ഷണ്ട് മാഗ്നറ്റ്. ഈ ഷണ്ട് മാഗ്നറ്റിന്റെ സെൻട്രൽ ലിംബിലാണ് നമ്മൾ ഈ പറഞ്ഞ പ്രഷർ കോയില് ലാർജ് നമ്പർ ഓഫ് ടേൺസ്, അല്ലെ, അത് ലാർജ് നമ്പർ ഓഫ് ടേൺസ് കൊടുക്കുന്നതും അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ L/R റേഷ്യോ, ഹൈലി ഇൻഡക്ടൻസ് ആണ്. ഇൻഡക്ടൻസ് മോർ ആണ്. അപ്പോ ഇൻഡക്ടൻസ് മോർ ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അവിടെ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? ഇൻഡക്റ്റീവ് സർക്യൂട്ടില് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്, അല്ലെ? അപ്പോ ഇവിടെ നമ്മുടെ ഈ വോൾട്ടേജ് ഈ സപ്ലൈയുടെ തന്നെ, അതായത് ഇതേ സപ്ലൈ, ഇത് എന്താ നമ്മൾ വോൾട്ട് മീറ്റർ ഒക്കെ കണക്ട് ചെയ്യുന്നത് പോലെ ഷണ്ട് മാഗ്നറ്റ് കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിന്റെ എൻഡ് ഇങ്ങനെ. അപ്പോ ഒരേ സപ്ലൈയിലേക്ക് തന്നെ നമ്മുടെ എന്താണ് സീരീസ് മാഗ്നറ്റിൽ കൂടെ കറണ്ട് കോയിൽ ഇങ്ങനെ കയറി ലോഡ് വഴി ഇങ്ങനെ വരുന്നു. ഷണ്ട് മാഗ്നറ്റ് സപ്ലൈ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോഴും അങ്ങനെയാണ്, അല്ലെ? പ്രഷർ കോയിലൊക്കെ സപ്ലൈ ചെയ്യുന്നത് വോൾട്ടേജിനെ ക്രോസ്, അല്ലെ? അപ്പൊ അങ്ങനെ പാരലായിട്ട് അതും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഷണ്ട് മാഗ്നറ്റ്, സീരീസ് മാഗ്നറ്റ് അറേഞ്ച്മെന്റ്. ഇതിന്റെ നടുക്കാണ് നമ്മുടെ എന്ത് വരുന്നത്? നമ്മുടെ അലൂമിനിയം ഡിസ്ക് ഫ്രീ ആയിട്ട് നിൽക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ലൈൻ കറണ്ട് അല്ലെങ്കിൽ നമ്മൾ സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ഇതിലെ കൂടെ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്ത് ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും. അതുപോലെ ഈ വോൾട്ടേജിന് ഈ ഷണ്ട് മാഗ്നറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ഈ രണ്ട് ഫ്ലക്സസുകളും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഒരു ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ടോർക്ക് കൊണ്ടാണ് നമ്മുടെ ഈ അലൂമിനിയം ഡിസ്ക് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഒരു മൂവിംഗ് മെക്കാനിസം. ഇനി വേറൊരു സംഭവം ഉണ്ട്. ഇവിടെ ഒരു ബ്രേക്കിംഗ് മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രേക്കിംഗ് മാഗ്നറ്റ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അലൂമിനിയം ഡിസ്കിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ബ്രേക്കിംഗ് മാഗ്നറ്റ് കൊടുത്തിരിക്കുന്നത്. അലൂമിനിയം ഡിസ്കിന്റെ റൊട്ടേഷൻ സ്ലോ ഡൗൺ ചെയ്യാനും അതായത് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈ ബ്രേക്കിംഗ് മാഗ്നറ്റ് യൂസ് ചെയ്യാം. ബ്രേക്കിംഗ് മാഗ്നറ്റ് എത്ര ദൂരേക്ക് മാറ്റി വെക്കുന്നോ അത്രത്തോളം ബ്രേക്കിംഗ് ടോർക്ക് കൂടുകയും, ബ്രേക്കിംഗ് ടോർക്ക് കൂടിയാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ റൊട്ടേഷന്റെ സ്പീഡ് കുറയ്ക്കാം. ബ്രേക്കിംഗ് ടോർക്ക് കൂടുമ്പോൾ റൊട്ടേഷന്റെ സ്പീഡ് കുറയും. അതേസമയം ഈ ബ്രേക്കിംഗ് മാഗ്നറ്റ് നമ്മൾ അലൂമിനിയം ഡിസ്കിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും? ബ്രേക്കിംഗ് ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവാണ്. അതായത് മീറ്റർ സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ബ്രേക്കിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? തിരിഞ്ഞാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഈ ഷണ്ട് മാഗ്നറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ഈ കറണ്ടുമായിട്ട്, അല്ലെ, സോറി, നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് ഷണ്ട് മാഗ്നറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്സുമായിട്ടുള്ള ഫേസ് ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫ്ലക്സ് സെറ്റപ്പ് ചെയ്യും. ആ ഫ്ലക്സും ഈ വോൾട്ടേജും തമ്മിലുള്ള ആംഗിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്
90 ഡിഗ്രി ആവണം, എന്നാൽ മാത്രമേ എറർ ഫ്രീ ആയിട്ടുള്ള ഒരു റീഡിംഗ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി ഷണ്ട് മാഗ്നറ്റ് ഷുഡ് ലാക്ക് ദി അപ്ലൈഡ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആവണം. അങ്ങനെ ആകാത്ത സമയത്ത് അതാക്കാൻ വേണ്ടി ഒരു അറേഞ്ച്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ്സ് കൊടുക്കുന്നുണ്ട്. കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ്സ്, ഈ കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ്സ് സെൻട്രൽ ലിംബിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഈ ആംഗിള്, ഫേസ് ആംഗിള് 90 ഡിഗ്രി ആക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഓർത്തു വെക്കണം, എന്താണ് ആൻസർ? ദ ഷണ്ട് മാഗ്നറ്റ് ഫ്ലക്സ് മസ്റ്റ് ലാക്ക് ദ അപ്ലൈഡ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which method is suitable for the measurement of resistance of an ammeter shunt? Options: Wheatstone bridge, Kelvin's double bridge, Maxwell's bridge, Wien's bridge. അമീറ്ററിന് റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടി അല്ലെ, മൂവിംഗ് കോയിൽ അമീറ്ററും മൂവിംഗ് കോയിൽ വോൾട്ട്മീറ്റർ, അവിടെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടി നമ്മൾ ഷണ്ടും അതുപോലെ മൾട്ടിപ്ലയേഴ്സും യൂസ് ചെയ്യാറുണ്ട്. അമീറ്ററിന് റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഷണ്ട് റെസിസ്റ്റൻസ്. ഷണ്ട് റെസിസ്റ്റൻസിന്റെ പ്രത്യേകത എന്താണ്? വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഷുഡ് ബി ലോ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഷണ്ട് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വോൾട്ട് മീറ്ററിൽ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടി മൾട്ടിപ്ലയർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മൾട്ടിപ്ലയറിന്റെ വാല്യൂ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കണം മൾട്ടിപ്ലയർ. ആ 2 പോയിന്റ്സും കൂടി ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഷണ്ട് റെസിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാന്നാണ്. അതായത് ഷണ്ട് റെസിസ്റ്റൻസ് ഏത് കാറ്റഗറിയിൽ പെടും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ലോ റെസിസ്റ്റൻസ് അല്ലെ. അപ്പൊ ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കൂട്ടത്തിൽ ഏത് ബ്രിഡ്ജ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ലോ റെസിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഈ കൂട്ടത്തിൽ എയും ബിയും ഓപ്ഷൻസ് DC ബ്രിഡ്ജസ് ആണ്. വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു DC ബ്രിഡ്ജ് ആണ്. അതിൽ നമ്മൾ സപ്ലൈ കൊടുത്തേക്കുന്നത് എന്താണ്? DC സോഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് വീസ്റ്റൺ ബ്രിഡ്ജിന്റെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഇനി മാക്സ്വെൽസ് ബ്രിഡ്ജും വീൻസ് ബ്രിഡ്ജും AC ബ്രിഡ്ജിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ ഇനി ഓരോന്നും എന്തിനാണെന്ന് നമുക്ക് നോക്കാം. മീഡിയം ടൈപ്പ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വീസ്റ്റൺ ബ്രിഡ്ജ് സാധാരണ ഉപയോഗിക്കാറ്. ഈ വീസ്റ്റൺ ബ്രിഡ്ജിനെ തന്നെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പേരെന്താണ്? കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കാരണം റെസിസ്റ്റൻസ് മെഷർമെന്റിന് വേണ്ടി, ലോ റെസിസ്റ്റൻസ് മെഷർമെന്റിന് വേണ്ടി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് ആണ്. ഇനി മാക്സ്വെൽസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇൻഡക്ടൻസ് മെഷർമെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു AC ബ്രിഡ്ജ് ആണ്. വീൻസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി മെഷർമെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഇത്രയും പറഞ്ഞപ്പോ നമ്മൾ കുറച്ച് ബ്രിഡ്ജസ് അറിഞ്ഞിരിക്കണം ചോദിക്കാറുള്ള AC ബ്രിഡ്ജസ്. DC ബ്രിഡ്ജസ് വീസ്റ്റൺ ബ്രിഡ്ജും കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജും ഓർത്തിരുന്നാൽ മതി. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. മെയിൻ ആയിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട AC ബ്രിഡ്ജസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഇതില് വീൻ ബ്രിഡ്ജ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു ഫ്രീക്വൻസി മെഷർമെന്റിന്. ഇത് ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ വീന്റെ ഫസ്റ്റ് ലെറ്റർ W അല്ലെ, W പോലെ അല്ലേ നമ്മൾ ഒമേഗ എന്നുള്ളത് മാർക്ക് ചെയ്യാറ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി, ആ ഒരു ഇതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒമേഗ എന്നുള്ളത് ഫ്രീക്വൻസിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത് ഫ്രീക്വൻസി മെഷർമെന്റിനാണെന്ന് ഓർത്തു വെക്കാം. അതുപോലെ മാക്സ്വെൽസ് ഇൻഡക്ടൻസ് ബ്രിഡ്ജ്, മാക്സ്വെൽ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡക്ടൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രിഡ്ജാണ്. മാക്സ്വെൽ ബ്രിഡ്ജിന്റെ തന്നെ ഒരു മോഡിഫൈഡ് ബ്രിഡ്ജാണ് ആൻഡേഴ്സൺ ബ്രിഡ്ജ്. ഇത് സെൽഫ് ഇൻഡക്ടൻസ് എന്ന് എടുത്ത് ചിലപ്പോൾ ചോദിക്കാം, സെൽഫ് ഇൻഡക്ടൻസ് മെഷർമെന്റിന്. അതുപോലെ ക്യാമ്പ്വെൽസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ടൻസ് മെഷർമെന്റിനാണ്. അപ്പൊ ഇത് 3 പേരും ഇൻഡക്ടൻസ് മെഷർമെന്റിന്റെ കാറ്റഗറിയിൽ വരുന്ന AC ബ്രിഡ്ജസ് ആണ്. പിന്നെ ഡെസോട്ടി ബ്രിഡ്ജും ഷെറിംഗ് ബ്രിഡ്ജും കപ്പാസിറ്റൻസ് മെഷർമെന്റിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. തേർഡ് ക്വസ്റ്റ്യൻ, an energy meter whose constant is 700 revolution per kWh makes 5 revolutions in 15 seconds. Calculate the load in kW. Options: 11.51 kW, 1.71 kW, 1.21 kW, 1.91 kW. എനർജി മീറ്ററിന്റെ റെവല്യൂഷൻ പെർ kWh എന്ന് പറയുന്നതാണ് എനർജി മീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 15 സെക്കൻഡിൽ 5 റെവല്യൂഷൻ ആണ് അത് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ 15 സെക്കൻഡ് എന്നുള്ളത് നമ്മളൊന്ന് എന്ത് ചെയ്യുക, ഒരു മണിക്കൂറിൽ, കാരണം ഈ kWh എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ് അല്ലെ. അപ്പൊ ഒരു മണിക്കൂറിലത്തേക്ക് നമ്മളത് കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. 15 സെക്കൻഡില് 5 റെവല്യൂഷൻ അല്ലെ. 15 സെക്കൻഡിൽ 5 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും എത്ര റെവല്യൂഷൻ ആവും?
20 റെവല്യൂഷൻ ആവും അല്ലെ. 15 ഇൻറ്റു 4 60, 5 ഇൻറ്റു 4 20. അതായത് ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിലാണ് എന്ത് 20 റെവല്യൂഷൻ വരുന്നത്. ഇനി ശരിക്കുള്ള ആ ഒരു എനർജി മീറ്റർ ഇപ്പൊ എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് 60 മിനിറ്റ്, അതായത് ഒരു മണിക്കൂർ ആകുമ്പോൾ അത് എത്ര റെവല്യൂഷൻ ആവും? ഇതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഇവിടെയും 60 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെ. അപ്പൊ 1200 റെവല്യൂഷൻ. അപ്പൊ ഒരു മണിക്കൂറിൽ 1200 റെവല്യൂഷൻ ആണ് അത് വരുന്നത്. അപ്പൊ അവിടെ നമുക്കിനി ഇവിടെ തന്നിട്ടുണ്ട് എനർജി മീറ്ററിന്റെ കോൺസ്റ്റന്റ് 700 റെവല്യൂഷൻ പെർ KWH ആണെന്ന്. അതായത് ഒരു KWH ഉണ്ടാക്കാൻ 700 പ്രാവശ്യം അത് കറങ്ങും. 700 റെവല്യൂഷൻസ് ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു റെവല്യൂഷൻ എത്ര KWH ആയിരിക്കും ഉണ്ടാക്കുന്നത്? അല്ലെ 700/700 1. അപ്പൊ ഇതെന്താവും 1/700 KWH ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ എത്ര റെവല്യൂഷൻ ഉണ്ട്? 1200 റെവല്യൂഷൻ. 1200 റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ 1200/700 അല്ലെ. 1200/700 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരും? 1.12/7 എന്ന് പറയുന്നത് എന്ത് വരും? 1.71 KWH. അപ്പൊ ഇതൊരു മണിക്കൂറാണ്. അപ്പം 1.71 കിലോ വാട്ട് എന്ന് പറയുന്നതും KWH എന്ന് പറയുന്നതും സെയിം ആയിട്ട് വരില്ലേ? അപ്പൊ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? 1.71 KW ആയിരിക്കും. 1.71 KW ലോഡ് ഒരു മണിക്കൂറത്തേക്ക് അത് കൺസ്യൂം ചെയ്യുന്ന എനർജി എന്ന് പറയുന്നതാണ് എന്ത്? 1.71 KWH ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. Fourth question. In order to reduce the loading effect of circuit under test, the input impedance of electronic meter should be dash. Options: low, high, medium, constant. നമ്മുടെ സർക്യൂട്ടിന്റെ ലോഡിംഗ് എഫക്ട് ഓഫ് സർക്യൂട്ട് അണ്ടർ ടെസ്റ്റ് അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇലക്ട്രോണിക് മീറ്റേഴ്സിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ എപ്പോഴും പ്രിഫറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇംപിഡൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. എങ്ങനെയാ? ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്, ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്നല്ലേ. അപ്പൊ ഇവിടെ എന്താണ്? ഇൻപുട്ട് ഇംപിഡൻസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്തായിരിക്കണം? ഇൻപുട്ട് ഇംപിഡൻസ് ഷുഡ് ബി ഹൈ ടു റെഡ്യൂസ് ലോഡിംഗ് എഫക്ട്. So option B is right answer. Fifth question. Electronic voltmeters are highly accurate for high resistance circuit as compared to ordinary voltmeter because of its high volt per ohm rating, high ohm per volt rating, high resolution, high output impedance. ഇലക്ട്രോണിക് വോൾട്ട്മീറ്റേഴ്സ് സാധാരണ വോൾട്ട്മീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടാണ് റീഡിംഗ് തരുന്നത്. അതിന് കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ സാധാരണ വോൾട്ട് മീറ്ററിൽ തന്നെ അതിന്റെ ഒരു ആംപ്ലിഫയർ കൂടി അതിന്റെ അകത്തേക്ക്, അതായത് വീക്ക് സിഗ്നൽസ് ഒക്കെ ആണെങ്കിൽ വോൾട്ടേജ് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല സാധാരണ വോൾട്ട് മീറ്ററിന്. അപ്പം ഒന്ന് ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു ആംപ്ലിഫയറും കൂടെയാണ്, അറ്റ്ലീസ്റ്റ് ഒരു ആംപ്ലിഫയർ എങ്കിലും ഈ ഇലക്ട്രോണിക് വോൾട്ട് മീറ്റേഴ്സിൽ കാണും. അപ്പോൾ കുറച്ചുകൂടി സെൻസിറ്റിവിറ്റി കൂടുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ വോൾട്ട് മീറ്ററിന്റെ സെൻസിറ്റിവിറ്റി നമ്മൾ സാധാരണ പറയുന്നത് ഓം പെർ വോൾട്ടിലാണ്. ഓം പെർ വോൾട്ട് അതറിഞ്ഞിരിക്കണം. സെൻസിറ്റിവിറ്റി സാധാരണ നമ്മൾ പറയാറ് ഓം പെർ വോൾട്ടിലാണ്. അപ്പൊ ഇലക്ട്രോണിക് വോൾട്ട്മീറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നാമത്തത് ഹൈലി സെൻസിറ്റീവ് ആണ്. പിന്നെ നമുക്ക് AC-ക്കും DC-ക്കും ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പൊ സാധാരണ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് DC മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് വോൾട്ട്മീറ്റേഴ്സ് ആക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോണിക് വോൾട്ട്മീറ്റേഴ്സ് ആകുമ്പോൾ AC-യും DC-യും മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് വളരെ കൂടുതലായിരിക്കും. ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ് വേറൊരു പ്രത്യേകത. ഇൻപുട്ട് ഇംപിഡൻസ് കൂടിയാൽ എന്താണ്? ലോഡിംഗ് എഫക്ട് കുറയും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രോണിക് വോൾട്ട്മീറ്ററിനെ വെച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ്. ഇനി ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത്, അപ്പം ആക്യുറേറ്റ് ആകാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് ഹൈലി സെൻസിറ്റീവ് ആണ്. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ് അല്ലെ. അപ്പൊ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹൈ വോൾട്ട് പെർ ഓം റേറ്റിംഗ്, ഹൈ ഓം പെർ വോൾട്ട് റേറ്റിംഗ്. ഹൈ ഓം പെർ വോൾട്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെ. അതായത് ഹൈലി സെൻസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് ആക്യുറസി കൂടുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ്. പിന്നെ ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗുഡ് പ്രിഫർ ചെയ്യുന്ന കാര്യമൊന്നും അല്ല. അപ്പൊ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി, ഹൈ ഓം പെർ വോൾട്ട് റേറ്റിംഗ് ഈസ് റൈറ്റ് ആൻസർ. Sixth question.
An electromagnetic device used to detect and locate grounded, shorted and open coils in armature. Options: external growler, internal growler, megger, multimeter. ആർമേച്ചറിൽ കോയിൽസ് ഷോർട്ടഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫോൾട്ട്, അങ്ങനെ ഉള്ള ഫോൾട്ട്സ് ഒക്കെ കണ്ടുപിടിക്കാനും അത് എവിടെയാണെന്ന് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ സിയോ ഓപ്ഷൻ ഡിയോ അല്ല, അത് നമുക്കറിയാം. മേഗർ റെസിസ്റ്റൻസ് മെഷർമെന്റ് ആണ്, പിന്നെ മൾട്ടിമീറ്ററും അല്ല. പിന്നെ വന്നിരിക്കുന്നത് എയും ബി എന്ന് പറഞ്ഞ ഗ്രൗളർ ആണ്. അതിൽ ഏത് ഗ്രൗളർ ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സ്റ്റേണൽ ഗ്രൗളർ ആണ് ചെറിയ ടൈപ്പ് ആർമേച്ചറിന്റെ ഒക്കെ ഈ പറഞ്ഞ രീതിയിലുള്ള ഫോൾട്സ് ഡിറ്റക്ട് ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു എച്ച് ഷേപ്ഡ് ആയിട്ടുള്ള കോറാണ് അതിനുള്ളത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ചെറിയ മോട്ടോഴ്സിലേക്ക് ആർമേച്ചർ നമ്മൾ അതിലേക്ക് കടത്തി വെക്കും. എന്നിട്ട് പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. അതിന്റെ മുകളിൽ ഈ ആർമേച്ചറിന്റെ ഓരോ ഇതുണ്ടല്ലോ, അവിടെ നമ്മളൊരു ഹാക്സോ ബ്ലേഡും വെക്കും. എന്നിട്ട് അവിടെ ഒരു ഈ ഗ്രൗളറിന് സപ്ലൈ കൊടുക്കുന്നത് സിംഗിൾ ഫേസ് സപ്ലൈ 240 വോൾട്ട് AC ആണ് ഈ ഗ്രൗളറിന് സപ്ലൈ കൊടുക്കുന്നത്. അപ്പം ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്ററാക്ഷൻ കൊണ്ട് ഹാക്സോ ബ്ലേഡ് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിലേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പൊ അതാണ് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്. അപ്പൊ ഇവിടെ എക്സ്റ്റേണൽ ഗ്രൗളർ ആണ് ചെറിയ ടൈപ്പ് ആർമേച്ചറിന്റെ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പോലെയൊക്കെ വരുമ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് എക്സ്റ്റേണൽ ഗ്രൗളർ ആണ്. ഇന്റേണൽ ഗ്രൗളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് വലിയ മെഷീൻസിന്റെ DC മോട്ടറിന്റെ ഒക്കെ ആർമേച്ചർ, അതുപോലെ സ്റ്റാമ്പിങ്സ്, DC മോട്ടറിന്റെ സ്റ്റേറ്റർ. ഇന്റേണൽ ഗ്രൗളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് DC മോട്ടറിന്റെ ആർമേച്ചർ, അതുപോലെ തന്നെ AC മെഷീൻസിന്റെയൊക്കെ സ്റ്റേറ്റർ കോർ വൈൻഡിങ്ങിൽ, അങ്ങനെ വലിയ സംഭവങ്ങളുടെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇന്റേണൽ ഗ്രൗളേഴ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെ ഏതാണ് ഓപ്ഷൻ എ, എക്സ്റ്റേണൽ ഗ്രൗളർ ഈസ് റൈറ്റ് ആൻസർ. 7th question. The moving iron voltmeter indicates options: the same value for AC and DC voltages, lower for AC voltage than for corresponding DC voltage, higher value for AC voltage and lower for DC voltage, none of these. മൂവിംഗ് അയൺ വോൾട്ട്മീറ്റർ, മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. AC-ക്കും DC-ക്കും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ DC-ക്ക് നമ്മൾ പ്രിഫർ ചെയ്യാത്തതിന് കാരണം എറേഴ്സ്, ഹിസ്റ്ററിസിസ് എറർ മെയിൻ ആയിട്ടും വരാറുണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് DC വോൾട്ടേജും AC വോൾട്ടേജും സെയിം AC മെഷർ ചെയ്യുമ്പോൾ ഏതിലാണ് നമ്മുടെ മൂവിംഗ് അയൺ വോൾട്ട്മീറ്റർ കൂടുതൽ വാല്യൂ കാണിക്കുന്നത്, DC-ക്കാണോ AC-ക്കാണോ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇത് AC-ക്ക് കുറവ് വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്, DC-ക്ക് എന്താണ് ആ എററും കൂടെ കൂടി ചേർത്ത് ഒരു വലിയ വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി, ലോവർ ഫോർ AC വോൾട്ടേജ് ദാൻ ഫോർ കറസ്പോണ്ടിങ് DC വോൾട്ടേജ്. AC-ക്ക് എറർ ഫ്രീ ആയിട്ടുള്ള ചെറിയ വാല്യൂ, DC-ക്ക് ഇച്ചിരി വലിയ വാല്യൂ, അങ്ങനെ ഓർത്തിരിക്കുന്നതായിരിക്കും എളുപ്പം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. 8th question. Multiple trace can be accomplished in a CRO with options: horizontal deflection system, vertical deflection system, dual beam CRT, compensation adjustment. മൾട്ടിപ്പിൾ ട്രേസ് എന്ന് പറയുന്നത് CRO എന്താണ്, കാഥോഡ് റേ ഓസിലോസ്കോപ്പും. ഇപ്പൊ നമ്മള് വേവ് ഫോം ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് CRO എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. അവിടെ നമ്മൾ സാധാരണ രീതിയിൽ ട്രേസ് എന്ന് പറയുന്ന ആ വേവ് ഫോമിനെ നമ്മൾ കാണുമല്ലോ, അതിനെയാണ് ട്രേസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ കുറെ ഏറെ, അതായത് നമുക്ക് കമ്പയർ ചെയ്യാം പല ഔട്ട്പുട്ട് വേവ് ഫോംസ്, അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ മൾട്ടിപ്പിൾ ട്രേസ് വന്നാലുള്ള ഗുണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം. ഈ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം എല്ലാ സാധാരണ CROയിലും ഉള്ളതാണ്. കാരണം ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ പൊസിഷൻ കൺട്രോളിങ്ങിന് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഭാഗത്ത് നിന്ന് വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് എന്താണ് കൊടുക്കുന്നത്, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് എന്താണ് കൊടുക്കുന്നത്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പറഞ്ഞിരിക്കാം, ഒരു സോ ടൂത്ത് വേവ് ഫോം ആണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് കൊടുക്കാറ്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കാണ് നമുക്ക് ഏത് വേവ് ഫോം ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ അതാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്തിട്ട് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിൽ കൊടുക്കുന്നത്. അപ്പൊ ആ രണ്ട് ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിന്റെ ഇൻപുട്ടുകൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ ഡ്യുവൽ ബീം CRT കൊടുത്തിട്ടുണ്ട്, അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡ്യുവൽ ബീം CRT നമ്മൾ എന്ത് അക്കംപ്ലിഷ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ട്രേസ് എന്ന് പറയുന്നത് അക്കംപ്ലിഷ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഓപ്ഷൻ സി, ഡ്യുവൽ ബീം CRT ഈസ് റൈറ്റ് ആൻസർ. 9th question.
While measuring unknown voltage with a multimeter, it is recommended to select the dash range available. Options: most lowest, lowest, highest, middle. അൺനോൺ വോൾട്ടേജ് മെഷർ, നമുക്ക് അൺനോൺ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് അതിന്റെ ഒരു ഏത് റേഞ്ചിൽ വരും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു അൺനോൺ വോൾട്ടേജ് മെഷർ ചെയ്യാൻ നേരത്ത് നമ്മൾ മൾട്ടിമീറ്റർ ഏത് റേഞ്ചിൽ ഇടണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഏതൊരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഹയസ്റ്റ് റേഞ്ച് പോസിബിൾ ആയതിൽ വേണം ഇടാൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോ ഒരു ലോവസ്റ്റ് റേഞ്ചിൽ ഇട്ട് കഴിഞ്ഞാൽ വരുന്ന വോൾട്ടേജ്, അതായത് മെഷർ ചെയ്യാനുള്ള വോൾട്ടേജ് സപ്പോസ് വലിയൊരു വാല്യൂ ആണെന്ന് കരുതുക. അപ്പൊ അത്രത്തോളം വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യാനുള്ള ആ ഒരു അറേഞ്ച്മെന്റ് ലോവസ്റ്റ് റേഞ്ചിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ റേഞ്ചിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണത്തില്ല. അപ്പൊ അത് നമ്മുടെ മൾട്ടിമീറ്റർ കേടാകാനും അതിനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, സേഫ് വേ എന്ന് പറയുന്നത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ നേരത്ത് ഹയസ്റ്റ് റേഞ്ചിൽ ഇടുക. എന്നിട്ട് നമുക്ക് അപ്പൊ അതിന്റെ ഒരു റേഞ്ച് കിട്ടുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഏതാണോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ റേഞ്ച് ഒന്ന് മാറ്റാം, നമുക്ക് പിന്നെ മാറ്റാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഹയസ്റ്റ് റേഞ്ച് അവൈലബിൾ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The static error band of an instrument does not include options: non-linearity, electrical drift, hysteresis in the instrument, none of the above. Static error bandന്റെ അണ്ടറിൽ വരാത്തത് ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സും ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അതായത് ലീനിയാരിറ്റി, ആക്യുറസി, റെസൊല്യൂഷൻ, സെൻസിറ്റിവിറ്റി, ഈ സംഭവങ്ങളെല്ലാം വരുന്നത് എന്തിലാണ്, സ്റ്റാറ്റിക് എററിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ സ്റ്റാറ്റിക് എറർ ബാൻഡ്, ഈ ബാൻഡ് എന്ന് പറയുന്നത്, എറർ ബാൻഡ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റിന് അവരൊരു പർട്ടിക്കുലർ എറർ ബാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ആ ഒരു ഓപ്പറേറ്റിംഗ് റീജിയൻ എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. അപ്പൊ അതായത് ഇതാണ് ഇതിന്റെ എറർ ബാൻഡ് എങ്കിൽ നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റിന്റെ ആ ഒരു എറർ എന്ന് പറയുന്നത് ഇതിനിടയിൽ തന്നെ നിൽക്കണം. അതിനെയാണ് നമ്മൾ എറർ ബാൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റാറ്റിക് എറർ ബാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ലീനിയാരിറ്റി, അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഹിസ്റ്ററിസിസ്. ഹിസ്റ്ററിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം അല്ലെ, ഹിസ്റ്ററിസിസ് ലോസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിന്റെ അകത്ത് മാഗ്നറ്റിക് കമ്പോണൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരു കറണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ മാഗ്നറ്റൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ആ ഒരു മാഗ്നറ്റൈസിങ് കമ്പോണന്റ് മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി ഒരു കറണ്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് മാഗ്നറ്റൈസ് ആവണമെന്നില്ല. അപ്പൊ അവിടെ എന്തുണ്ടാവും, ഒരു ഡെഡ് ടൈം ഉണ്ടാവും, അത് ക്വിക്ലി റെസ്പോണ്ട് ചെയ്യില്ല. അപ്പൊ ആ ഒരു ലോസ് അതാണ് ഈ ഹിസ്റ്ററിസിസ് ഇൻ ദി ഇൻസ്ട്രുമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ഡെഡ് ടൈം വരികയാണ്. നമ്മുടെ ഇൻപുട്ടിൽ വേരിയേഷൻ ഉണ്ടായാലും പെട്ടെന്ന് അങ്ങ് ഇൻസ്ട്രുമെന്റ് റെസ്പോണ്ട് ചെയ്യില്ല. കാരണം എന്താണ്, ഇൻസ്ട്രുമെന്റിൽ ഹിസ്റ്ററിസിസ് പ്രശ്നം വരുന്നത് കൊണ്ട്. ഹിസ്റ്ററിസിസ് പ്രോബ്ലം എന്താണ്, നമ്മൾ ഇൻപുട്ട് എനർജി കൊടുക്കുന്നതിന് ഇൻപുട്ട് കറണ്ട് കൊടുത്താലും പെട്ടെന്ന് അതങ്ങ് മാഗ്നറ്റൈസ് ആവില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് നമ്മൾ ഹൈലി പെർമിയബിൾ ആയിട്ടുള്ള മ്യൂമെറ്റല് അങ്ങനെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ഈ ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത് എന്തിന്റെ കാറ്റഗറി വരാം, സ്റ്റാറ്റിക് എറർ ബാൻഡ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരാം. പിന്നെ ഇവിടെ ഓപ്ഷനിൽ ഇലക്ട്രിക്കൽ ഡ്രിഫ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലെ. ഈ ത്രഷോൾഡ്, ഇലക്ട്രിക്കൽ ഡ്രിഫ്റ്റ്, ഇതൊക്കെയാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിന്റെ അണ്ടറിൽ വരുന്നത്. ഇപ്പൊ ഓർത്ത് വെക്കുക, ത്രഷോൾഡ്, ഇലക്ട്രിക്കൽ ഡ്രിഫ്റ്റ്, ഇത് രണ്ടും ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് എറർ ബാൻഡിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി, ഇലക്ട്രിക്കൽ ഡ്രിഫ്റ്റ് ഈസ് റൈറ്റ് ആൻസർ.